ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഓണത്തിൻ്റെ ആ ഒരു വീക്ക് എടുത്ത വീഡിയോ ആണ്. നമുക്ക് ഓണത്തിൻ്റെ ഒരു വ്ളോഗ് പോലെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഫാൻസി വരെ പോയതായിരുന്നു. ഞങ്ങളുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സുനിത്തിന് ഇന്ന് സാധനം വാങ്ങാൻ വന്നതാണ്. പിന്നെ അത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. കോളേജിലെ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാനായത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് ഓടിൻ്റെ ആ ഒരു ഭാഗത്തായിരുന്നു. പിന്നെ ഡാൻസ് പ്രാക്ടീസിന് പോയി. ഫ്ലാഷ് മോബിന് ഉണ്ടായതുകൊണ്ട് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അതിന് പോയി. അവിടെ നിന്ന് ഡാൻസ് കഴിഞ്ഞ് പിന്നെയും ഞങ്ങളൊന്ന് ഫാൻസി വരെ പോയി. അവർക്ക് പിന്നെ എന്തൊക്കെയോ വാങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ സെറ്റാക്കി വെച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവരവിടെ നിന്ന് നോക്കുന്ന സമയം ഞാൻ അങ്ങനെ മിറർ സെൽഫിയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിൽക്കായിരുന്നു. ഇത് മലാപ്പറമ്പ് പുതിയതായിട്ട് തുടങ്ങിയ മെജസ്റ്റിക്കിൻ്റെ പ്രീമിയം ജ്വല്ലറിയാണ്. അവിടെ നിന്നാണ് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. നോക്കട്ടെ, പിന്നെ ഞങ്ങൾ ടൗണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എടുത്ത വീഡിയോ ക്ലിപ്പാണത്. നമ്മളിപ്പോൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് ടൗണിലേക്കാണ്. ഇത് പിന്നെ പിറ്റേ ദിവസം ഓണം സെലിബ്രേഷൻ്റെ അന്ന് ഞാൻ ഒരുങ്ങി ഒക്കെ കഴിഞ്ഞപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ്. പിന്നെ കോളേജിലെ വീഡിയോസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ട് പറയൂ കേട്ടോ കമൻറ്റിൽ. ഞാൻ ഒരുങ്ങിയത് രസമുണ്ടോ എന്നൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഇത് രാത്രി വന്ന് റോക്സിന് ഇങ്ങനെ നടത്തിക്കുകയായിരുന്നു. ഇത് ഞങ്ങളുടെ റെസിഡൻസിലെ ഓണപരിപാടിക്ക് അച്ഛൻ പാട്ട് പാടുകയാണ്. ഞങ്ങൾക്ക് റെസിഡൻസിൽ ഓണപരിപാടി ഉണ്ടാവാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ട്രിപ്പാണ് ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ ജനീഷ് മാം അവിടെ മുറി കെട്ടാണ്. മണിക്കുട്ട മാമാണ്. പിന്നെ കാതുവിൻ്റെ കുറച്ച് ക്ലിപ്സാണ്. അത് കഴിഞ്ഞ് പിന്നെ ഷെറിയൻ്റി പാടി. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വീട്ടിൽ ചമ്മന്തിയാണ് കഴിച്ചത്. ഞാൻ വാട്ടൈറ്റിനിടെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിട്ടിട്ടില്ല. പിന്നെ നമ്മൾ റോക്സിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ബൗമിയോയിലാണ് കൊണ്ടുപോയത്. ഇവിടെ ബൗമിയോയിലാണ് നല്ല സർവീസായിരുന്നു. റോക്സിക്ക് നല്ല കംഫർട്ടബിൾ ആക്കി വെച്ചിട്ടാണ് റോക്സിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തത്. ആളത്ര കുറുമ്പിയാണ്, എന്നാലും അതിനൊക്കെ അനുസരിച്ച് നല്ല ഒരു കെയർ ചെയ്തിട്ടാണ് റോക്സിനെ കുളിപ്പിച്ചത്. നമുക്ക് അടുത്ത് തന്നെ നിന്ന് നോക്കാൻ പറ്റുന്നതുകൊണ്ട് അറിയാലോ, നല്ല വൃത്തിയാണ്. റോക്സിയാണെങ്കിൽ മണ്ണിലൊക്കെ പോകും. പിന്നെ തിരുവോണത്തിനേക്കുള്ള അത്തപ്പൂക്കളത്തിൻ്റെ ഒരു സെറ്റപ്പിലാണ്. ഞാൻ അതൊക്കെ കട്ട് ചെയ്യാണ് ഇരുന്നിട്ട്. പൂവൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അച്ഛൻ. അപ്പം ഞാൻ ഇത് മുറിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. സമയം നോക്കുക, 10 മണി ആകുമ്പോഴാണ്. പിന്നെ പിറ്റേ ദിവസം ഞാൻ 7 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് കാതുവിൻ്റെ കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഉള്ള കളരിക്കൽ അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഹായ് ഗൈസ്, എൻ്റെ വീഡിയോ 3 മില്യൺ അടിച്ചോ നോക്കാം നമുക്ക്. ഒരു കുട്ടീനെ ഞാൻ ബലി കൊടുത്ത പോലെ ആയിപ്പോയി. അതേത് കുട്ടി?
വലിയ മഴ ഇല്ല. ഗൈസ്, ഇതാണ് ഞാനിട്ട അത്തപ്പൂക്കളം. താമരയാണ്. ഞാൻ യൂസ് ചെയ്ത റെഫറൻസ് ഇവിടെ കൊടുക്കാം. ഇതാണ് ഗൈസ് ഞാൻ ഇട്ടത്. ഇതിൽ കാണുമ്പോൾ ഭയങ്കര ചെറുതാണ്, പക്ഷെ നേരിട്ട് കുറച്ച് വലുതാണ്. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ടും മക്കളൊക്കെ വന്നു. അവരെയൊന്നും ഞാൻ കാണിക്കാത്തത് അവർക്ക് എനിക്കൊക്കെ ഇഷ്ടമായില്ലെങ്കിൽ വെച്ചിട്ടാണ്. പിന്നെ ഇത് ഞാൻ അവിടെ നിന്ന് എടുത്തൊരു ക്ലിപ്പാണ് ഗൈസ്. ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്താണ്. പിന്നെ മുറ്റത്തെ തറയിലിട്ടുണ്ടായിരുന്നു പൂവ്, അതും ഞാൻ തന്നെയാണ് ഇട്ടത്. അതിങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ ഈ വർഷത്തെ ഓണവും കഴിഞ്ഞു ഗൈസ്. എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്.